നീ എനിക്ക് തന്നതെല്ലാം നിന്റെ പക്കൽ നിന്ന് ആകുന്നു എന്ന് അവർ ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നു. നീ എനിക്ക് തന്നതെല്ലാം നിന്റെ പക്കൽ നിന്ന് ആകുന്നു എന്ന് അവർ ഇപ്പോൾ അറിഞ്ഞുമിരിക്കുന്നു. പിതാവ് പുത്രന് നൽകിയത് ദൈവജനം അറിയുന്ന ഒരു സമയം വരും. അപ്പോൾ തന്നെ പരീശന്മാരും യഹൂദന്മാരുമായ മഹാന്മാർക്ക് ക്രിസ്തു ആരാണെന്ന് അറിഞ്ഞില്ല. ക്രിസ്തു ആരുടെ ആളാണെന്നറിഞ്ഞില്ല. ക്രിസ്തുവിൻ്റെ മഹത്വം എവിടെ നിന്നാണെന്ന് അറിഞ്ഞില്ല. ക്രിസ്തു ചെയ്യുന്ന ദൈവപ്രവൃത്തികളെക്കുറിച്ചും അവർക്കറിയില്ല. അവൻ്റെ മരണത്തിൻ്റെ വില അവർക്കറിഞ്ഞുകൂടാ, അവൻ്റെ രക്തത്തിൻ്റെ വില അവർക്കറിഞ്ഞുകൂടാ, അവൻ്റെ വീണ്ടെടുപ്പിൻ്റെ പ്രവൃത്തി അവർക്കറിഞ്ഞുകൂടാ. എന്നാൽ കർത്താവിന് വേണ്ടി പിതാവ് കൊടുത്തതും വിളിച്ച് വേർതിരിക്കപ്പെട്ടതുമായ ദൈവസഭയ്ക്കും അത് മനസ്സിലായി. നീ എനിക്ക് തന്നതെല്ലാം നിന്റെ പക്കൽ നിന്ന് ആകുന്നു എന്ന് അവരിപ്പോൾ അറിഞ്ഞിരിക്കുന്നു. കർത്താവിന് സകല ജഡത്തിന്മേലും പിതാവ് അധികാരം കൊടുത്തു. അപ്പം ഈ അധികാരം പിതാവിൽ നിന്നാണെന്ന് സഭ അറിയുന്നു. ഈ അധികാരം പിതാവിൽ നിന്നാണെന്ന് സഭ അറിയുന്നു. സ്തോത്രം. യേശുവിൻ്റെ നാമം പിതാവ് നൽകിയതാണ്. സകല നാമത്തിനും മേലായ നാമം നൽകുന്നു. അത് സഭ അറിയുന്നു. ഇങ്ങനെ പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആഴങ്ങൾ ദൈവജനം ക്രമേണ അറിഞ്ഞുകൊണ്ടേ ഇരിക്കും, ഇനിയും അറിയും. അതിലേറ്റവും പ്രധാനമായിരിക്കുന്നത് ഈ ഒരു പറ്റം ദൈവജനത്തെ, ദൈവസഭയെ നൽകിയത് വാസ്തവത്തിൽ പിതാവാണ്. കർത്താവെ, നിത്യതയുടെ വലിയ സത്യം നിമിത്തം ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു.